ഹലോ ഹായ് വെൽക്കം ടു ആർ കെ പ്രോപ്പർട്ടീസ് ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ കാണുന്നത് ട്രിവാൻഡ്രം പാങ്ങപ്പാറയിലുള്ള ഒരു 7.5 സെൻറ്റിൽ ചുടുകട്ടയിൽ തീർത്ത 3000 സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരുന്നൊരു വീടാണ്. ഇത് പാങ്ങപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യവട്ടത്തിനും ശ്രീകാര്യത്തിനും ഇടയ്ക്ക് വരുന്ന ജംഗ്ഷനാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. NH നിന്ന് ഒരു 800-900 മീറ്ററിന് മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഏകദേശം വലിയ രണ്ടോളം കാറിനുള്ള പാർക്കിംഗ് പോർച്ച് സഹിതമാണ് വരുന്നത്. പ്രോപ്പർട്ടി മൊത്തം 7.5 സെൻറ്റാണ് വരുന്നത്. വളരെ വിശാലമായൊരു പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. പാർക്കിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. ഇതാണ് വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് ഏരിയ. വളരെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ്. വീടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 15 വർഷത്തോളം അടുപ്പിച്ച് പഴക്കമുണ്ടെങ്കിലും ഒരിടത്ത് പോലും വിള്ളലോ പൊട്ടലോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിൽ തീർത്തൊരു കൺസ്ട്രക്ഷനാണ്. ഇതാണ് വീടിൻ്റെ വന്നിട്ട് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയുടെ മേളിൽ നമ്മൾ കാണുന്നത് നമുക്ക് അതിൽ കൂടിയാണ് നടന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. മേളിലോട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ റൂമിലോട്ടൊക്കെ പോകുന്നത് അവിടെ കൂടി നമ്മൾ നടന്നിട്ടാണ്. അങ്ങനെ ഒരു പാസേജ് നമുക്ക് ലിവിങ് ഏരിയയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് കയറിക്കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. കബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓണർ ഇവിടെ ഇല്ല. ഓണർ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവരിവിടുത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അവരിപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ആരും താമസിക്കാനില്ല. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അവർ എല്ലാ 6 മന്ത് കൂടുമ്പോഴും ആളെ വെച്ച് വീട് ക്ലീനാക്കി മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിടാറുണ്ട്. വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്, വീടിനകത്തു കൂടിയാണ് കിണറിൻ്റെ ആക്സസ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിണർ. നമുക്ക് വീടിനകത്തുകൂടി ഒരു 4 കെട്ടിലൊക്കെ വരുന്ന ഒരു മോഡലിലാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കിച്ചൺ സിങ്ക് ഏരിയ എന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 2 സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പാത്രങ്ങൾ കഴുകി നമുക്ക് ഇപ്പുറത്ത് തന്നെ സൂക്ഷിക്കാമെന്നുള്ള രീതിയിലാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിൽ വന്നു. ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് റൂമിലോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്നും വരാം. ഇത് 2 റൂമിനും ഇടയ്ക്കുള്ള പാസേജാണ്. നമ്മൾ ഒരു മാസ്റ്റർ ബെഡ്റൂമിലായിട്ടാണ് വരുന്നത്. റൂമെല്ലാം 12-15 സൈസിലാണ് ഈ റൂം വരുന്നത്. അറ്റാച്ച്ഡ് തന്നെയാണ്. കസ്റ്റമർ വച്ചേക്കുന്നത് നമ്മുടെ അയണിൻ്റെ കബോർഡാണ് വന്നേക്കുന്നത്. അതൊക്കെ നമുക്ക് മേടിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടാനുസരണം കസ്റ്റം ചെയ്തെടുത്താൽ മതി. ഇത് എന്തോ പഴയ ആ ഒരു സ്റ്റൈലിലുള്ള നമ്മൾ ഈ കൊട്ടാരത്തിലൊക്കെ കാണുന്ന ടൈപ്പുള്ളൊരു നമുക്ക് മിററൊക്കെ വരുന്ന ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അതായത് യൂണിറ്റ് കബോർഡൊക്കെ കൊടുത്ത് ഒരു ഡ്രസ്സിങ് യൂണിറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഡ്രസ്സിങ് ഏരിയ, സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ആക്കി ചെയ്യാൻ പറ്റും. അവിടുന്ന് തുറക്കുമ്പം പുറത്തോട്ടുള്ള പാസേജാണ്. വീടിന് പുറകുവശമാണിത്. ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം, നമ്മൾ വന്ന അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. ഇത് ബാത്ത് ടബൊക്കെ വരുന്ന ഒരു ടോയ്ലറ്റാണ്. അറ്റാച്ച്ഡ് ആണ്. വീട് ഇത്രയും ആയിട്ടും ഈ സ്റ്റോറേജ് സ്പേസ് എന്തിനാണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് വന്നു. ഇനി ഇവിടുന്ന് ഡൈനിങ് ഏരിയ കയറി നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. നമുക്ക് ലിവിങ് ഏരിയ നിൽക്കുമ്പോൾ തന്നെ മേളിൽ കൂടി പോകണം. അത് ആ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ ഉണ്ടാവുമെന്നാണ് കരുതിയത്. ഇത് ഇവിടുത്തെ പൂജാമുറിയാണ്. എല്ലാം വാസ്തുവും കാര്യങ്ങളെല്ലാം നോക്കിയാണ് വീട് വച്ചേക്കുന്നത്. അവിടുന്ന് മേളിൽ കയറുമ്പോൾ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലെ. ഇവിടെ കബോർഡൊന്നും വച്ചിട്ടില്ല. കബോർഡിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും
നിങ്ങൾ നോക്കിയാൽ മതി, വീടിന് ഒരു 15 വർഷം അടുപ്പിച്ച് പഴക്കമുള്ള വീടാണെന്ന് പറയില്ല. കാരണം ഒരിടത്തും ഒരു പൊട്ടലോ ഒരു വിള്ളലോ ഒന്നുമില്ലാതെ റെഡ് ബ്രിക്കിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തൊരു വീടാണ്. നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങുമ്പം നമുക്ക് ഫ്രണ്ടിലത്തെ ബാൽക്കണി ചെല്ലാം. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാൽക്കണിയാണ് നമുക്ക് വ്യൂയിലോട്ട് പോകുന്നത്. അത് ഞാൻ എടുത്തില്ല. ഈ 2 ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലോട്ടാണ് ഇറങ്ങാൻ പറ്റുന്നത് ഫ്രണ്ടിലത്തെ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ ഒന്നും കൂടി മുകളിൽ കയറിയുമ്പം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ്. ഇവിടെ നമുക്ക് തുണി കഴുകി വിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂക്ഷിച്ച് വയ്ക്കണം എന്നുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസും കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ നടക്കാൻ പോകുന്ന പാസേജ് ഈ ലിവിങ്ങും ഡൈനിങ്ങിനും ചുറ്റിയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ലിവിങ് ഏരിയയിൽ നിന്നാലും ഡൈനിങ് ഏരിയയിൽ നിന്നാലും കാണാം. ഭയങ്കര ഒരു പോർഷ് ലുക്കാണ് അത് തരുന്നത്. ശരിക്കും അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്പേസ്. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. മേളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി. ഇത് വീടിന് എൽ ഷേപ്പ് പോലെ ചുറ്റി വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ്. ഇത് വേറൊരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് അല്ല. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ല. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന ബാൽക്കണിയിലാണ്. 7.5 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിന് കസ്റ്റമർ ആസ്ക് ചെയ്യുന്ന 1,05,00,000 രൂപ.